സാഹസികത പലപ്പോഴും അപകടങ്ങൾ വിളിച്ചു വരുത്താറുണ്ട്. സെൽഫി എടുക്കാൻ വെള്ളച്ചാട്ടത്തിലിറങ്ങി കുടുങ്ങിയ വിദ്യാർത്ഥികളെ സാഹസികമായി രക്ഷപ്പെടുത്തി. കർണാടക കൊടകു ജില്ലയിലെ മല്ലളി വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. പ്രവേശനം നിയന്ത്രിച്ച ഭാഗത്തേക്ക് സുരക്ഷാവേലി മറികടന്ന് സെൽഫി എടുക്കാൻ വിദ്യാർത്ഥികൾ ഇറങ്ങുകയായിരുന്നു. സെൽഫി അല്ലാത്ത ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ നമുക്ക് കാണാം. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, അവരെ രക്ഷപ്പെടുത്തി, അത് നമ്മൾ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെ എത്രമാത്രം കാണുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന വെള്ളച്ചാട്ടമാണ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്തിയത്? അക്ഷയ, ഈ സുരക്ഷാ വേലി മറികടന്ന്, അതായത് വെള്ളച്ചാട്ടത്തിന് സമീപം മല്ലള്ളി വെള്ളച്ചാട്ടത്തിന് ആണ് അപകടമുണ്ടായത്. ഇവിടെ സ്ഥാപിച്ചിരുന്ന സുരക്ഷാ വേലി കടന്ന് പ്രവേശനം നിരോധിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് യുവാക്കൾ സെൽഫി എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഈ ഇറങ്ങിയ സമയത്ത്, അതായത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ വളരെ കുത്തൊഴുക്കുണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ. ആ കുമാരധാര നദിയിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. ഈ കുമാരധാര നദിയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുകയാണ്. അതായത് കനത്ത മഴയാണ് ഈ മടിക്കേരി കുടക് ജില്ലയിൽ, പ്രധാനമായിട്ട് കുടക് മേഖലയിലൊക്കെ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് പുഴയിൽ കുത്തൊഴുക്ക് കൂടി. ഇതിനെ തുടർന്ന് ഈ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ഒരു പാറക്കെട്ടിൽ പുറത്തേക്ക് വരാനാകാതെ ഇവർ കുടുങ്ങുകയായിരുന്നു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് 2 കുട്ടികളാണ് പുറത്തേക്ക് ഇറങ്ങിയത്. 5 അംഗ സംഘമാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി എത്തിയത്. ഈ 2 കുട്ടികൾ ഈ പാറപ്പുറത്ത് കുടുങ്ങുകയായിരുന്നു. തുടർന്ന് കൂടെ വന്ന മറ്റു വിദ്യാർത്ഥികൾ പ്രദേശവാസികളെയും അവരിൽ നിന്ന് അഗ്നിരക്ഷാസേനയും വിവരമറിയിച്ചാണ് അതിസാഹസ്യമായി ഈ കുട്ടികളെയെല്ലാം തന്നെ പുറത്തേക്ക് എത്തിക്കാനായത്. ഏതായാലും ഏറെ നേരം നീണ്ടുനിന്ന ഒരു രക്ഷാപ്രവർത്തനത്തിൽ നിന്നാണ്, അതായത് ആ നദിയിലെ കുത്തൊഴുക്ക് നമുക്ക് കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാകും. അത്ര നേരം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കാനായത്. ഈ സാഹസികത നല്ലതാണ്, ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ലതാണ്, പക്ഷേ അതിൽ എത്രത്തോളം ശേഷമുള്ള ചിത്രങ്ങളാണോ ഈ കാണുന്നത് എന്നുള്ളതാണ്. വളരെ കൂളായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണ്. അത് രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഈ ആളുകളുടെ ഒപ്പം, അതായത് അഗ്നിരക്ഷാസേനയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഒപ്പം എടുത്ത ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ചിത്രങ്ങൾ എന്നുള്ളത്. ഏതായാലും ഇത്രയൊന്നും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല. ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ദുരന്ത വാർത്തയായിട്ട് ഇത് പരിണമിച്ചേനെ. അതായത് വിനോദസഞ്ചാരത്തിനെത്തി അത്രയും സന്തോഷത്തോടെ വന്ന് അതിലൊരു വലിയ സാഹസികത കാണിച്ച് റീലോക്കിയായിട്ട്, സമൂഹ മാധ്യമങ്ങളിൽ റീലോക്കിയായിട്ട് അത് വൈറലാവാനുള്ള ഒരു ശ്രമമാണ് സ്വാഭാവികമായിട്ട് യുവാക്കളെല്ലാം തന്നെ ചെയ്യുക. ഏതായാലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഈ മഴക്കാലത്ത് നടത്തരുത്. പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകളിൽ താഴെയുള്ള നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള നിരവധി പോയിന്റുകളുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ കാഴ്ചകൾ കണ്ട് മടങ്ങാം. അധികൃതർ നൽകുന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള അപകടത്തിൽ പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത്. ശരി, KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങൾ തന്നെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് എന്നതിൽ തർക്കമില്ല. വെള്ളമാണ്. വെള്ളം എപ്പോഴാണ് അതിൻ്റെ ഭീകര രൂപം പ്രാപിക്കുക എന്നുള്ളത് ഒരു തരത്തിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതല്ല. ഒരു തവണ പോലും മലവെള്ളപ്പാച്ചിലോ ഒന്നും ഉണ്ടാകാത്തിടത്ത് അതൊക്കെ സംഭവിക്കുകയും ഒഴുക്ക് കൂടുകയും നീരൊഴുക്ക് കൂടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴായി കാണാറുണ്ട്. മഴക്കാലത്തൊക്കെ ഇത്തരത്തിലുള്ള സാഹസികത കുറയ്ക്കുന്നതായിരിക്കാം നല്ലത്.